ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിങ്ങും ബുക്ക് ചെയ്യാം എൻ്റെ കൂടെ. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, വാട്സാപ്പ് ചാറ്റിൻ്റെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. പ്ലീസ് അതിൽ ചാറ്റ് അയയ്ക്കുക. കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല, അപ്പോൾ ചാറ്റ് അയച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് റീഡിങ്ങിൽ എന്താ മെസ്സേജസ് പറയണതെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 10 ഓഫ് കപ്സ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് 4 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് 3 ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പേജ് ഓഫ് കപ്സ്. നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താ ആക്ഷൻ എടുക്കുക? പേജ് ഓഫ് വോൺസ്. ഈ പേഴ്സൻ്റെ ആക്ഷൻ 7 ഓഫ് കപ്സ്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി സൺ ആണ്. ഇത് ലിയോ എനർജിയാണ്. ഇത് ആക്ച്വലി കുറേ ഹാപ്പിനെസ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്, കുറേ ഒരു പ്രോസ്പെരിറ്റിയുടെ എനർജിയാണ്, സക്സസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ലിയോ ആവാം. പക്ഷേ ലിയോ ആവണം എന്നില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഒരു നല്ല പോസിറ്റീവ് സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ലവ് ആൻഡ് റൊമാൻസിൽ. ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ് വരാൻ പോണേ. ഒരു പുതിയ ഓഫർ നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പറഞ്ഞ ഒരു ഓഫർ തരാൻ പോകുന്നുണ്ട്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ ഓഫർ. ഓർ നിങ്ങളായിരിക്കും ഈ പേഴ്സണ് ഒരു ഓഫർ കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. മേ ബി നിങ്ങൾ ഷുവർ ആയിരിക്കില്ല ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണോ വേണ്ടത്, ഈ പേഴ്സൺ നിങ്ങൾക്ക് ഇഷ്ടമാണോ. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, പക്ഷെ ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ എല്ലാം നിങ്ങൾ സൂക്ഷിച്ച് ഡിസൈഡ് ചെയ്യാനാണ് ശ്രമിക്കണത്. 10 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അപ്പോൾ 10 ഓഫ് കപ്സ് ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. 9 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ആൻഡ് ഏസ് ഓഫ് സോഡ്സ്. അപ്പോൾ 10 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, ഏസ് ഓഫ് സോഡ്സ് എല്ലാം ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ്, ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് അവർ നോക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അവർക്ക് വേണം. ആൻഡ് ആ കമ്മ്യൂണിക്കേഷൻ, ആ മെസ്സേജ് നിങ്ങൾക്ക് ഈ മാസം ഈ പേഴ്സൺ നിങ്ങളോട് ഇത് പറയാൻ പോകുന്നുണ്ട്, ഈ ഓഫർ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ തുറന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറെ ക്ലാരിറ്റി വരുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലോ ജോലി സ്ഥലം ഒരു സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു കമ്പനിയിൽ, സെയിം കമ്പനിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങൾ രണ്ടാളും ഇവിടെ ഈക്വലി എഫേർട്ട് ഇടുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ രണ്ടാളും കുറെ കരിയർ ഓറിയൻറ്റഡ് ആണ്. പക്ഷെ അതല്ലാണ്ട് നിങ്ങൾ രണ്ടാളും ഇവിടെ ഒരുമിച്ചൊരു ഫ്യൂച്ചറിലേക്ക് പറഞ്ഞ ഫ്യൂച്ചർ പ്ലാനിങ് ആണ് ചെയ്യണത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറെ എഫേർട്ട് ഉണ്ട്, കുറെ
നിങ്ങൾ രണ്ടാളുടെയും സൈഡിന് ഇൻട്രസ്റ്റും ഉണ്ട് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. പക്ഷെ നിങ്ങളുടെ സൈഡിൽ കുറച്ചൊരു ഹെസിറ്റേഷൻ ഉണ്ട്. ഓക്കെ, ഇത് കറണ്ട് ഫീലിങ്സ് ആണ് നിങ്ങളുടെ 4 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ അത്ര ഓപ്പൺ അപ്പ് ആവുന്നില്ല. നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ പേഴ്സണെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. അതല്ലാണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ എന്തോ ഒരു ബാഗേജ് ഉണ്ടായിരിക്കും, അതും നിങ്ങളെ എവിടെയോ ബ്ലോക്കാണ് ചെയ്യണത്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരു പേടി. ഓക്കെ, ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുണ്ടാവില്ല ഇങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേടി എന്തെന്നാണെന്ന് നിങ്ങൾക്ക് അത് ആ കാര്യം മനസ്സിലാവുണ്ടാവില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ എന്തോ ഒരു ബ്ലോക്കേജ് ഉണ്ട്. ആൻഡ് അതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറച്ചൊരു പേടിയുണ്ട് ഇതിൽ കമ്മിറ്റ് ചെയ്യാൻ. ഈ പേഴ്സൺ കുറെ ക്ലിയർ ആണ്. അവർക്ക് ഇവിടെ നിങ്ങളെ അവർ കുറെ ഒരു ഫ്രണ്ട് മാതിരി പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആണ്, പക്ഷെ അതിൻ്റെ അപ്പുറം അവർക്കൊരു റിലേഷൻഷിപ്പും വേണം. നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം എന്നുണ്ട്. നിങ്ങളെ കുറിച്ച് അവർ കൂടുതൽ ഇൻഫർമേഷനും ശ്രമിക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്, നിങ്ങളുടെ ഫാമിലിനെ കുറിച്ച്, അതൊക്കെ ക്വസ്റ്റ്യൻസ് ഇവരുടെ മനസ്സിലുണ്ടാവും. 6 ഓഫ് കപ്സ് ഒരു റീകൺസിലിയേഷനുമാണ്. അപ്പോൾ ഇത് ഒരു പാസ്റ്റ് പേഴ്സണും ആവാൻ വഴിയുണ്ട്. നിങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആയിരിക്കും കുറെ കൊല്ലം തൊട്ടിട്ട്, പക്ഷെ ഇപ്പോൾ ആണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫീലിംഗ് വന്നിരിക്കണേ. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ കുറെ നല്ല മെമ്മറീസ് ഉണ്ട് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച്. പറഞ്ഞാൽ കുറെ പോസിറ്റീവ് തോട്ട്സ് ആണ്. നിങ്ങളുടെ ഇന്റൻഷൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കണത് എന്താ വെച്ചാൽ കുറച്ചുകൂടിയും സമയം കിട്ടിയ ഈ പേഴ്സണും നിങ്ങൾ രണ്ടാളും മെല്ലെ മതി ഒരു ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുക. മെല്ലെ മതി, അങ്ങനെ ഒരു ധൃതിയൊന്നുമില്ല ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മനസ്സിലും ഉണ്ട് അത്. ഓക്കെ, ഇത് കുറച്ചു കൊല്ലം നമ്മൾ ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് മതി മെല്ലെ ഡിസൈഡ് ചെയ്യുക. പക്ഷെ ഇവിടെ എവിടെയോ ഒരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളെ ഇതിനെ ഡിലേ ചെയ്യാനാണ് നോക്കണത്. ഇത് എത്രയും നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യാണ്ട് ഇത് ഡിലേ ചെയ്യാൻ പറ്റുന്നു അത്രയും നിങ്ങൾ അതാണ് പറഞ്ഞ എക്സ്പെക്ട് ചെയ്യണത്, അതാണ് നിങ്ങൾ ശ്രമിക്കണത്. ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ശ്രമിക്കണം. എന്തോ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് മേ ബി നിങ്ങൾ വേറൊരു പേഴ്സണിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യണത് അറിയില്ല. പക്ഷെ എന്തോ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പേടി. ഈ പേഴ്സൺ പേജ് ഓഫ് കപ്സ് ആണ് ഇന്റൻഷൻ. അപ്പോൾ ഇവർ ഈ ഓഫർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്, അത് ഷുവർ ആണ്. എന്നുവെച്ചാൽ ഇവിടെ അവർക്ക് ആ ഫീലിങ്സ് ഉണ്ട്, ലവിന്റെ ഫീലിങ്സ് ഉണ്ട്. അതാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. ഇതുവരെ അവർ നിങ്ങളോടൊന്നും പറഞ്ഞില്ല വെച്ചാൽ ഈ ഓഫർ വേഗം വരാൻ പോകുന്നുണ്ട്. ആൻഡ് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചറും വേണം. പറഞ്ഞാൽ അവർക്ക് അവരുടെ പേരൻസിനെ ഇൻവോൾവ് ചെയ്യണം, ഇതിനെ ഒഫീഷ്യൽ ആക്കണം, ഒരു എൻഗേജ്മെന്റ് വേണം. അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് വെച്ച പേഴ്സൺ ആണ്. അപ്പൊ ഈ പേഴ്സൺ കുറെ സീരിയസ് ആണ് നിങ്ങളെ കുറിച്ച്. പേജ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പൊ ഡെഫിനറ്റ്ലി ഇവിടെ ആക്ഷൻ എടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഒരു മെസ്സേജ് അയക്കണു ഈ പേഴ്സണിന്. പേജ് ഓഫ് വോൺസ്, പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ, ആൻഡ് 9 ഓഫ് വോൺസ് ഉണ്ട്. ഈ പേഴ്സന്റെ ആക്ഷനിൽ 7 ഓഫ് കപ്സ് ആണ്, ലവേഴ്സ് ആണ്, ആൻഡ് 2 ഓഫ് വോൺസ് ആണ്. അപ്പൊ ഇവിടെ അഗൈൻ നിങ്ങൾ ഓഫർ ചെയ്യണത് പേജ് ഓഫ് വോൺസും പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇതൊരു കുറെ ചെറിയ ഓഫറാണ്. പേജ് പറഞ്ഞ ഒരു ചെറിയ ഓഫറാണ്. ഒരു മാരേജ്, ഒരു സീരിയസ് ഓഫറിന് വേണ്ടിയിട്ട് ഒരു കിങ്ങിന്റെ എനർജി വേണം, ഇല്ല ക്വീനിന്റെ എനർജി വേണം. അതല്ല ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് മാതിരി ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഒരു മനസ്സിൽ ബ്ലോക്കാണ്, ഇല്ല നിങ്ങളുടെ പാസ്റ്റിന്റെ കാരണം എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ പേഴ്സന്റെ ആക്ഷൻ ഞാൻ കാണുന്നത് നിങ്ങളെ കുറച്ച് സീരിയസ് ആണ്. അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അവർ നിങ്ങളെയാണ് ഒരു സോൾമേറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ അവർ വെയിറ്റ് ചെയ്യണു. നിങ്ങൾ റെഡി എപ്പോഴാവണ വെച്ചാൽ അപ്പോൾ അവർ
ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്കുണ്ട്. പക്ഷെ അവരും വെയിറ്റ് ആണ് ചെയ്യണത്, പ്ലാൻ ആണ് ചെയ്യണത്. എപ്പോഴാണ് നിങ്ങൾ റെഡി ആവുക, എപ്പോഴാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ യെസ് നോ പറയുക. അപ്പൊ ഔട്ട്കം ഇവിടെ 10 of Wands ആണ്. അപ്പോൾ ഈ സിറ്റുവേഷന്റെ കൺക്ലൂഷൻ ഇപ്പോ വരാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ജാനുവരി കഴിഞ്ഞ അറ്റ് ദ മോസ്റ്റ് ഫെബ്രുവരിയിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ റെഡിയാണ് നിങ്ങളോട് അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ വേണ്ടിയിട്ട്. അവര് ഈ മാസമായിരിക്കും എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇങ്ങനത്തെ ഒരു ഹിന്റ് തരുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ ഡിസിഷൻ അവർ എക്സ്പെക്ട് ചെയ്യും. ആൻഡ് അത് നിങ്ങൾക്ക് വേഗം ഒരു ഡിസിഷൻ കൊടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഈ പേഴ്സൺ അത്ര വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്ന്. ഓക്കെ, 10 of Wands ഒരു എൻഡിങ്ങിന്റെ എനർജിയാണ്. 3 of Swords ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ്. 8 of Cups ഇവിടെ ഒരു ഡിസപ്പോയിൻമെന്റ് എനർജിയാണ്. അപ്പൊ എവിടെയോ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ കമ്മിറ്റ് ചെയ്യാണ്ട് പറഞ്ഞാൽ അത് അങ്ങനെ കുറെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ അത് മനസ്സിലാവും, അത് നിങ്ങൾ ഇപ്പോൾ റെഡി അല്ല എന്ന്. ആൻഡ് അതിന്റെ കാരണം ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കും ഒരു ബ്രേക്കപ്പ് മാതിരി എനർജി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു വൺ സൈഡഡ് ലവ് മാതിരിയാണ് കാണുന്നത്. വൺ സൈഡഡ് എന്ന് പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ നിങ്ങൾക്കും അങ്ങനെ ഫീലിങ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ ഇപ്പോൾ എന്തോ ഒരു ബ്ലോക്കേജ് ഉണ്ട് അതിൽ. ഓക്കെ, നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ തയ്യാറല്ല, ഇല്ലാച്ച ഇമോഷണലി നിങ്ങൾ റെഡി അല്ല. വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, ബട്ട് നിങ്ങൾ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല. അപ്പൊ എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിലുള്ള മെസ്സേജസ്? ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറെ പൈസീസ് ഉണ്ട്, ലിയോ ഉണ്ട്, ഏരീസ് ഉണ്ട്, ജെമിനി ഉണ്ട്, ടോറസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, അപ്പോ എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ള മെസ്സേജസ്? Sometimes I stay awake thinking about you. We need to let each other go. I lost myself for a little while. Finding out the truth crushed me. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സണ് ഇതർ അവർക്ക് ഓൾറെഡി ഒരു ഹിന്റ് ഉണ്ടാവും, അത് നിങ്ങൾ അത്ര ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫോർ അല്ലാന്ന്. ആ ഹിന്റ് ഓൾറെഡി പേഴ്സൺ ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങളുടെ ബിഹേവിയർ കണ്ടിട്ട് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അത് ഉണ്ടായിട്ടും പറഞ്ഞ അവര് വരുന്നുണ്ട്, ഒരു മെസ്സേജ് കൊണ്ടുവരുന്ന ഒരു മെസ്സേജ്, അവരുടെ ഫീലിങ്സ് ഒക്കെ പറയാൻ അവർ വരും. പക്ഷെ അത് അറിഞ്ഞിട്ടും അവര് കുറെ പറഞ്ഞാൽ ഞാനിവിടെ കാണുന്നത് അവരത് കുറച്ചൊരു ഡിഫിക്കൾട്ട് ആയിരിക്കും അത് ഡൈജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സാജിറ്റേറിയസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.